കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 24 ശ്ലോകം 7 ചെയ്തു. സൃഷ്ടിയാണല്ലോ ഇപ്പോൾ ഇതിൽ നമ്മൾ പറയണതല്ലേ. ഇതുവരെയും നമ്മൾ പറഞ്ഞത് ആദ്യം എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത്. അപ്പോൾ മഹത്തത്വം ഉണ്ടായി, അഹങ്കാരം ഉണ്ടായി. അഹങ്കാരം 3 പിരിഞ്ഞു. എന്നിട്ട് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് അന്ധകരണവും അധിഷ്ഠാന ദേവതകളും ഉണ്ടായി. രാജസ അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ 10 ഇന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയം 1 ജ്ഞാനേന്ദ്രിയം ഉണ്ടായി. പിന്നെ താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദസ്പർശ രൂപരസഗന്ധ തന്മാത്രകളും പഞ്ചഭൂതങ്ങളും അങ്ങനെയാണ് പറഞ്ഞത് നമ്മളല്ലേ. അത് പറഞ്ഞാണ് നിർത്തിയത് നമ്മൾ. ഇനി 8 വായിക്കാട്ടോ. അർത്ഥസ്തന്മാത്രികാജ്ഞേ താമസാദിന്ദ്രിയാണി ച തൈജസാദേവതാ ആസന്നേകാദശ ച വൈകൃതാത്. അതന്നെ ഒന്നും കൂടി പറയണം 8. എന്താ പറയുക, തന്മാത്രികാത് ശബ്ദം സ്പർശം മുതലായ തന്മാത്രകൾക്ക് കാരണമായ താമസാഹങ്കാരത്തിൽ നിന്നാണ് നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ പറഞ്ഞുവല്ലോ. ശബ്ദമാണ് ആദ്യം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞുവല്ലോ. അപ്പോൾ തന്മാത്രകൾ ആദ്യം ഉണ്ടായി, പഞ്ചഭൂതങ്ങൾ. അതിന് കാരണമായ താമസാഹങ്കാരത്തിൽ നിന്ന് അതായത് പഞ്ചഭൂതങ്ങൾ, പൃഥ്വി, അതായത് എന്താ പറയുക, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി അല്ലേ, അതൊക്കെ ഉണ്ടായി. തൈജസാത് രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയാണീച്ച 10 ഇന്ദ്രിയങ്ങളും ആ പറഞ്ഞത് തന്നെ പറയണം. വൈകൃതാത് അതായത് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഏകാദശ ദേവതാഹ, അതായത് ദിക്ക്, വായു, സൂര്യൻ, അശ്വിനി ദേവതകൾ, പ്രചേതസ്, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി, ചന്ദ്രൻ, ഇങ്ങനെ 11 ദേവതകളും പിന്നെ മനസ്സിൻ്റെ 4 അന്ധകരണത്തിൻ്റെ 4 ദേവതകളും 14 ദേവതകളുണ്ട് കേട്ടോ. മനസ്സും ആസൻ ഉണ്ടായി. മനസ്സപ്പോൾ ഇവിടെ ശരിക്കും അന്ധകരണം എന്നാണ് ഉദ്ദേശിക്കണത്. അപ്പോൾ 10 ഇന്ദ്രിയങ്ങളുടെ ദേവതകളും പിന്നെ അന്ധകരണത്തിലത്തെ 4 മനസ്സ, ചിത്തം, ബുദ്ധി, അഹങ്കാരം അതിൻ്റെ ദേവതകളും ഒക്കെ സാത്വികഹാരം ഉണ്ടായതാട്ടോ. അർത്ഥസ്തന്മാത്രികാജ്ഞേ താമസാദിന്ദ്രിയാണി ച തൈജസാദേവതാ ആസാൻ ഏകാദശ ച വൈകൃതാത്. ഇനി മയാ സംചോദിതാ ഭാവാഃ സർവേ സംഹത്യകാരിണഃ അണ്ഡമുത്പാദയാമാസുർ മമായാതനമുത്തമം. ഇനി ഒക്കെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് പിന്നെയും സൃഷ്ടി നടക്കണം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ സർഗ്ഗമായിട്ടുള്ളൂ, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയായിട്ടില്ല. ശരിക്കും ആ ബ്രഹ്മത്തിൽ നിന്നുള്ള സൃഷ്ടി, അതിനാണ് നമ്മൾ സർഗ്ഗം എന്ന് പറയുക. ബ്രഹ്മാവ് സൃഷ്ടിക്കണതിന് വിസർഗം എന്ന് പറയും. ഇപ്പം ഇത് സർഗ്ഗമാണ്. സർവേ ഭാവാഹ അതായത് മഹത്തത്വം മുതലായിട്ടുള്ള സകലതും മയ എന്നാൽ സഞ്ചോദിതാഹ അതായത് പ്രചോദിക്കപ്പെട്ടതായി, എന്നാൽ കഴിവ് കൊടുത്തിട്ടാണ് അതൊക്കെ ഉണ്ടായത്. അതാണ്ടാണ് സർഗ്ഗം എന്ന് പറഞ്ഞത്. കാരിണഹ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നവയായി, അതായത് കുറേ ദിവസം അങ്ങനെ എല്ലാം ഉണ്ടായിട്ടോ. അതായത് മഹത്തത്വം, അഹങ്കാരം, 3 തരം അഹങ്കാരം, അതിന്ന് ദേവതകൾ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, തന്മാത്രകൾ, പഞ്ചഭൂതങ്ങളുണ്ടായിട്ട് കുറച്ച് ദിവസം ഒന്നും ഇല്ലാതിരുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ തന്നെ കൊടുത്ത ശക്തി, അതാണ് സഞ്ചോദിത, എന്നാൽ പ്രചോദിക്കപ്പെട്ടിട്ട്, എന്നാൽ പെർസ്വേഡഡ് ബൈ മീന്ന്. എന്നിട്ട് എന്താണ് അത് കഴിഞ്ഞിട്ട് ഒന്ന് ചേർന്നിട്ട് അതെല്ലാം ഒന്ന് ചേർന്നിട്ട് എന്തായി, മമ ഉത്തരം എൻ്റെ ശ്രേഷ്ഠമായ ആയതനം, ക്രീഡയ്ക്ക് എൻ്റെ ലീലകൾക്ക് ആസ്ഥാനമായ അതാണ് ആയതനം, അണ്ഡം ബ്രഹ്മാണ്ടത്തിനെ ഉത്പാദയാമാസ സൃഷ്ടിച്ചു. ഇങ്ങനെയെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ തന്നെ കൊടുത്ത ശക്തി ഉപയോഗിച്ച് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായ എല്ലാതും കൂടി ചേർന്ന് ബ്രഹ്മാണ്ടം ഉണ്ടായി. അത് ഭഗവാന്റെ ലീലകളുടെ ആസ്ഥാനം എന്ന് പറയണു അല്ലേ. എൻ്റെ ക്രീഡകൾക്ക് ആസ്ഥാനമായ ബ്രഹ്മാണ്ടം ഇതിൽ നിന്നെല്ലാത്തിനും കൂടി ഉണ്ടായി. അതാണ് ഇപ്പോൾ ബ്രഹ്മാണ്ടം ഉണ്ടായതാണ് 9 പറഞ്ഞത്. മയാ സംചോദിതാ ഭാവാഹ, അത് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ നല്ലോണം ഒരു ശ്രദ്ധ നമുക്ക് കൊടുക്കേണ്ടതാണ്. കാര്യം സഞ്ചോദിത അതായത് ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് അല്ലാതെ ഇവിടെ ഒന്നും നടക്കണില്ല. ഈവൻ ഇൻ്റെ സൃഷ്ടിയിൽ ഭഗവാന്റെ പ്രചോദനം കൊണ്ടാണ്
എല്ലാം ഉണ്ടായതും ഈവൻ ബ്രഹ്മാണ്ടം ആദ്യം ആ ഫോം ചെയ്തതൊക്കെ അതാണ്. മയാ സഞ്ചോദിത ഭാവാഹ സർവേ സംഹത്യകാരിണഃ അണ്ഡമുത്പാദയാമാസുർ മമ ആയതനമുത്തമം. അതായത് എൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ലീലാ വിഹാരസ്ഥലായിട്ടുള്ള ബ്രഹ്മാണ്ടവും സൃഷ്ടിക്കപ്പെട്ടു. 10 തസ്മിന്നഹം സമഭവമണ്ഡേ സലില സംസ്ഥിതൗ മമ നാഭ്യാം അഭൂത് പത്മം വിശ്വാഖ്യം തത്ര ചാത്മഭൂഹു. ഇനിയാണ് ഈ പിന്നെ എങ്ങനെയാണ് നാഭിന്ന് ബ്രഹ്മാവ് ഉണ്ടാവണം എന്നൊക്കെ പറയണം കേട്ടോ. സലില സംസ്ഥിതവും ജലത്തിൽ കാരണജലത്തിൽ ഇരിക്കുന്ന തസ്മിൻ അണ്ടേ, ആ ബ്രഹ്മാണ്ടം വെള്ളത്തിലാണ് കിടക്കണം, കാരണജലത്തിൽ. അഹം സമഭവം, നാരായണനായിട്ടുള്ള ഞാൻ. എന്ത് ഞാൻ ശരിക്കും എനിക്ക് രൂപമൊന്നുമില്ല ബ്രഹ്മത്തിന്. ഞാൻ പക്ഷെ രൂപമെടുത്തിട്ട് ഒരു വിഗ്രഹത്തോടു കൂടി മമ നാഭ്യാം, വിഷ്ണുവായി സൃഷ്ടിസ്ഥിതി. ഞാൻ ഒരു പിന്നെ എന്താണ് ഒരു രൂപം എടുത്തിട്ട് വിഷ്ണു രൂപത്തിൽ വന്നിട്ട് എൻ്റെ നാഭിയിൽ നാഭ്യാം എൻ്റെ നാഭിയിൽ വിശ്വാഖ്യം പത്മം, അതായത് ലോകത്തിൻ്റെ തന്നെ പ്രതീകമായിട്ടുള്ള ആ പത്മം താമര അഭൂത് ഉണ്ടായി. തത്ര അതിൽ, ആ ലോകത്തിൻ്റെ പ്രതീകമായ താമരയിൽ നിന്ന് അതിൽ ബ്രഹ്മദേവനും ഉണ്ടായി. അതാണ് അതിൽ പിന്നെ തത്ര ച ആത്മഭൂഹു, ബ്രഹ്മ ഉണ്ടായി. എന്താ അപ്പം അത് ഇതിൽ പറഞ്ഞ വെച്ചാൽ ആ പിന്നെ എങ്ങനെ പിന്നെ ബ്രഹ്മാണ്ടം ഉണ്ടായി പറഞ്ഞില്ലേ, ആ പ്രളയജലത്തിൽ കാരണജലത്തിൽ കിടക്കണ ആ ബ്രഹ്മാണ്ടത്തിൽ ഞാൻ നാരായണസ്വരൂപനായിട്ട് അകത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ട് മഹാവിഷ്ണുവായിട്ടേ, എന്നിട്ട് എൻ്റെ നാഭിയിൽ നിന്ന് മഹാവിഷ്ണുവായിട്ട് അവതരിച്ച അല്ലെങ്കിൽ രൂപമെടുത്ത എൻ്റെ നാഭിയിൽ നിന്ന് ഈ ലോകത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പത്മമുണ്ടായി. ആ പത്മത്തിലാണ് പിന്നെ ബ്രഹ്മാവുണ്ടായത് എന്നാണ് 10 പറഞ്ഞത്. തസ്മിന്നഹം സമഭവമണ്ഡേ സലില സംസ്ഥിതവും, അതെ, മമ നാഭ്യാം അഭൂത് പത്മം വിശ്വാഖ്യം തത്ര ചാത്മഭൂഹു. ഇനി 11 സോസൃജത്തപസാ യുക്തോ രജസാ മദനുഗ്രഹാൽ ലോകാൻ സപാലാൻ വിശ്വാത്മാ ഭൂർഭുവ സ്വരിതി ത്രിധാ. സ വിശ്വാത്മാ, ആ വിശ്വരൂപിയായിട്ടുള്ള ബ്രഹ്മദേവൻ, അതായത് ശരിക്ക് ഹിരണ്യഗർഭനാണത് കേട്ടോ എന്ന് പറയാം, ആദ്യത്തെ ബ്രഹ്മാവേ. എന്നിട്ട് എന്ത് ചെയ്തു, രജോ ഗുണപ്രധാനിയാണ് കേട്ടോ. ആ വിശ്വാത്മാ മീൻസ് വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മാവ്, അതാണ് ഹിരണ്യഗർഭനെ വെച്ചാൽ. പിന്നെ അതിൽ നിന്നാണ് എല്ലാ ജീവാത്മാക്കളും ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്കൊന്ന് പറയാം, ഈ ജീവാത്മാ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇൻഡിവിജ്വൽ സോൾസാണ്. ഇപ്പോൾ വിശ്വാത്മാ പറയുമ്പോൾ ആ യൂണിവേഴ്സൽ സോളാണ്. ആ യൂണിവേഴ്സൽ സോളിനെയാണ് നമ്മൾ ഹിരണ്യഗർഭൻ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ വിശ്വാത്മാ, ആ വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മാവായിട്ടുള്ള ബ്രഹ്മാവ്, ആദ്യത്തെ ബ്രഹ്മാവ്. രജസായുക്ത, രജോ ഗുണത്തോടുകൂടി, രജസ് ഗുണപ്രധാനിയാണ്, കാരണം സൃഷ്ടി ചെയ്യണ്ടേ. തപസ്സുകൊണ്ട്, മത അനുഗ്രഹാത്, എൻ്റെ അനുഗ്രഹം കൊണ്ട്, ഭൂഹു, അതായത് ഈ ഭൂമി ഇപ്പോൾ കാണുന്ന ഈ ലോകം മുഴുവൻ, ഭുവ അന്തരീക്ഷവും, പിന്നെയോ സ്വം ഇതി സ്വർഗവും, 3 ഭൂ ഭുവ സ്വഹ മീൻസ് ഭൂമിയും താഴെയുള്ള പിന്നെ 7 ലോകങ്ങളും മുകളിലുള്ള 6 ലോകങ്ങളും, അങ്ങനെ 14 ലോകം സൃഷ്ടിച്ചു. സ്വം ഇതി സ്വർഗലോകം ത്രിധ, 3 വിധമായ ലോകങ്ങളെ സപാലാൻ അധിപതിയോടുകൂടിയവനായി അസൃജത് സൃഷ്ടിച്ചു. ശരിക്കും പറയാച്ചാൽ ഭഗവാൻ തന്നെയാണ് അതിനെ 14 ലോകമായിട്ട്, നമ്മൾ ആദ്യം സൃഷ്ടിയിൽ കണ്ടപ്പോൾ ഭഗവാൻ തന്നെയാണ് ഈ ബ്രഹ്മാണ്ടത്തിനെ 14ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വിഭജിച്ച് ആ 14 ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പിന്നെ എന്താണ് വിശ്വാകാരമായി നിൽക്കുന്ന വിരാട് പുരുഷനായിട്ട് നിന്നു. ആ വിരാട് പുരുഷൻ്റെ ആത്മാവായിട്ടാണ് ഹിരണ്യഗർഭൻ ശരിക്കും പറയുക. അപ്പോൾ അതുവരെയും ബ്രഹ്മാവിനെ സൃഷ്ടിക്കണ വരെയും എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, സർഗ്ഗമാണ്. അപ്പം ഭഗവാൻ ഈ 14ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ 14 ലോകവും നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷനായി നിന്നിട്ട് ബ്രഹ്മാവിനെ ഈ 14 ലോകങ്ങളുടെയും അധിപതിയാക്കി
സൃഷ്ടിച്ചു എന്നാണ്. അധിപതിയാക്കിയിട്ടുള്ള ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിട്ട് നാഭിന്ന് വന്നു പറഞ്ഞുല്ലോ, ആ വിശ്വാത്മാവിനെ സൃഷ്ടിച്ച് പറഞ്ഞു ഈ 14 ലോകത്തിൻ്റെയും അധിപതിയായിട്ട് നീയെ വർത്തിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ 14 ലോകത്തിലത്തെ ഒരു ലോകമാണ് ഭൂമി അല്ലേ. ബാക്കി 7 ലോകങ്ങൾ താഴെ ഉണ്ട്, അധോ ലോകങ്ങൾ. ബ്രഹ്മലോകം അടക്കം, ബ്രഹ്മാവിൻ്റെ ലോകം അടക്കം 6 ലോകം മുകളിലും ഉണ്ട് അല്ലേ. അതിൻ്റെ എല്ലാറ്റിൻ്റെയും അധിപതിയായിട്ട് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു എന്നാണ് അതിൽ പറഞ്ഞത് കേട്ടോ. പക്ഷെ ആ 14 ആക്കിയതും അതിൽ വിശ്വാകാരമായിട്ട് വിരാട് പുരുഷനായി നിൽക്കണതൊക്കെ ഈ ഭഗവത് ശക്തി തന്നെയാണ്. അതിൽ ആദ്യത്തെ ഉണ്ടായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ബ്രഹ്മാവ്. ഇതിന് ബ്രഹ്മാവ് നമ്മളെയൊക്കെ സൃഷ്ടിക്കും, അതാണ്. അതായത് ആ ഹിരണ്യഗർഭൻ ആണ് അത് പറഞ്ഞത്. സോസുജ തപസായുക്തോ രജസാ മദനുഗ്രഹാൽ ലോകാൻ സപാലാൻ വിശ്വാത്മാ ഭൂർഭുവസ്വരിതി ത്രിധ. ഇനി 12 പറയുന്നു സൃഷ്ടി കൊണ്ടുള്ള ഗുണം എന്താ എന്ന്. ദേവാനാമോക ആസീദ് സ്വർഭൂതാനാം ച ഭുവഃ പദം മർത്യാദീനാം ച ഭൂർലോകഃ സിദ്ധാനാം ത്രിതയാത് പരം. 12 സ്വഹ സ്വർഗലോകം ദേവാനാം ദേവന്മാർക്ക് ലോകഃ ആസീദ് സ്വർഗം ദേവന്മാരുടെ വാസസ്ഥാനമായിട്ട് തീർന്നു. ഭുവഃ ഭൂമി ഭൂതാനാം ഭൂതങ്ങൾക്കുള്ളതായി ഭൂമി ഭുവർലോകം. അതായത് ഈ സ്വർഗത്തിൻ്റെ താഴത്തുള്ളതൊക്കെ ഭൂതങ്ങൾക്കും പ്രേതം പിശാച് ഗന്ധർവൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ. അതായത് ഭൂർവലോകത്തിന് പരംജ സ്ഥലമായി ഭവിച്ചു. പിന്നെയോ മർത്യാദീന മനുഷ്യർക്ക് ഭൂലോകം. ഭൂവർലോകം ഈ മറ്റേ ഭൂതപ്രേത പിശാചികൾക്ക് ഭൂവർലോകം, അന്തരീക്ഷം എന്ന് പറയാം, തൊട്ട് മുകളിലുള്ളത് കേട്ടോ. സ്വർഗം ദേവന്മാർക്ക്, പിന്നെ മർത്യന്മാർക്ക് ഭൂമി അല്ലേ, ഭൂഹുലോകം ച ത്രിതയാത് പരം. ഈ 3 ലോകങ്ങൾക്കും ഉപരിയായുള്ള മഹാജന തപാ സത്യം. പിന്നെ ഈ ഭൂമി ഭൂവർലോകം സ്വർഗം അതിൻ്റെ മീതെ 4 കൂടിയുണ്ട്. അതാണ് മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. സത്യലോകത്തിലാണ് ബ്രഹ്മാവിരിക്കുക. സിദ്ധന്മാർക്കും സ്ഥാനമായി തീർന്നു. അതായത് വലിയ വലിയ മഹർഷിമാർക്ക്, അതായത് ഒരുപാട് സ്പിരിച്വലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരാണ് സ്വർഗത്തിൻ്റെ മീതുള്ളവരൊക്കെ. അതായത് മഹർലോകവും ജനലോകവും തപോലോകവും സത്യലോകവും ഒക്കെ. സത്യലോകം ഓഫ് കോഴ്സ് ബ്രഹ്മാവ്, മറ്റേലൊക്കെ മഹർഷിമാരും വലിയ വലിയ സിദ്ധന്മാരും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഭൂമി ഏറ്റവും താഴത്തെ ഭൂമി ഇരിക്കുക വെച്ചാൽ താഴത്തെ പറയുന്നില്ല. അപ്പോൾ ഭൂമിയിൽ മനുഷ്യന്മാർ, ഭൂവർലോകത്തിൽ പിശാചുക്കളും ഭൂതങ്ങളും ഒക്കെ, സ്വർഗത്തിൽ ദേവന്മാർ, അത് കഴിഞ്ഞിട്ടുള്ള ലോകങ്ങളിലൊക്കെ സിദ്ധന്മാരും മഹർഷിമാരും ഒക്കെ, പിന്നെ ബ്രഹ്മാവും. അതാണ് പറഞ്ഞത്. ദേവാനാം അതാ മുകളിലത്തെ 6 പറഞ്ഞു, പിന്നെ ഭൂമിയും പറഞ്ഞു. ദേവാനാമോക ആകെ 7 ലോകം പറഞ്ഞു കേട്ടോ. ദേവാനാമോക ആസീത് സ്വർഭൂതാനാം ച ഭുവപദം മർത്യാദീനാം ച ഭൂർലോകഃ സിദ്ധാനാം ത്രിയതാത് പരം. അതാണ്. അതായത് ഈ ശരിക്ക് ദേവന്മാരുടെയാണ് സ്വർഗം. പിന്നെ ഈ അന്തരീക്ഷം എന്ന് പറയും. അതായത് ഈ ഭൂമിക്ക് തൊട്ട് മുമ്പ് സ്വർഗത്തിന് താഴെയുള്ള ലോകം, അവിടെയാണ് ഈ ഭൂതങ്ങളൊക്കെ, ഭൂതപ്രേത പിശാചൊക്കെ. ഇനി 13 ഇനി അധോലോകം. അധോസുരാണാം നാശാനാം ഭൂമേരേകോ സൃജത് പ്രഭുഃ ത്രിലോക്യം ഗതയ സർവാഹ കർമ്മണം ത്രിഗുണാത്മനാം. 13 അസുരന്മാർക്കും നാഗാനാം പാമ്പുകൾക്കും ഭൂമേഹേ അധ ഭൂമിയുടെ ചുവടെയുള്ള ലോകങ്ങളെ, അതലം സുതലം വിതലം തലാതലം ഒക്കെ, ലോകഃ വാസസ്ഥാനം, ഓകഃ വാസസ്ഥാനമായി പ്രഭു അസൃജത് സൃഷ്ടിച്ചു. ത്രിലോക്യം ഈ 3 ലോകങ്ങളിലും ത്രിഗുണാത്മനാം സത്വം മുതലായ ഗുണങ്ങളാൽ ഉണ്ടായ കർമ്മണം ഗതയ കർമ്മഫലങ്ങൾ ഭവന്തി ഉണ്ടാകും. അപ്പോൾ എന്താണ് ഇതിൽ പറയണ വെച്ചാൽ, ഈ ബ്രഹ്മാവ് അസുരന്മാർക്കും പാമ്പുകൾക്കും ഒക്കെ ഭൂമിയുടെ താഴത്തുള്ള 7 ലോകങ്ങൾ ഉണ്ടാക്കി. അസുരന്മാർക്കും ഇങ്ങനെ കുറച്ചും കൂടി നമ്മൾ അത്ര തന്നെ എന്താണ് ആധ്യാത്മികമായിട്ടും ഒന്നും പുരോഗമിക്കാത്ത, അല്ലെങ്കിൽ വളരെ രജോ ഗുണവും തമോ ഗുണവും പ്രധാനമായിട്ടുള്ളവരൊക്കെ അധോലോകങ്ങളിലാണ്. എന്താ കാരണം വെച്ചാൽ ഈ 3 ലോകത്തിലുള്ള സർവ ജീവജാലങ്ങൾക്കും ഈ
പിന്നെ സത്വരജസ്തമോ ഗുണങ്ങളായ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഈ ലോകങ്ങളിലുള്ളവർക്കൊക്കെ. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് പിന്നെ ഈ കർമ്മഫലം അനുഭവിക്കാൻ ആവശ്യമുണ്ട് ഇവർക്ക് ഈ ലോകങ്ങളിൽ ഉള്ള ആൾക്കാർക്ക്. അതാണ് അസുരന്മാർക്കും പാമ്പുകൾക്കും ബ്രഹ്മാവ് ഭൂമിക്ക് താഴെയാണ് ഈ അതലം വിതലം സുതലം ഇങ്ങനത്തെ 7 ലോകങ്ങൾ. ഇത് ഈ ത്രിഗുണങ്ങൾക്ക് അധീനങ്ങളായിട്ടുള്ള കർമ്മങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് ഓരോ ലോകത്തിൽ നമുക്ക് ഇപ്പോൾ ഓരോ ലോകത്തിൽ പോയി ജനിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അതാണ് ഒരു ഇതിൻ്റെ ശരിക്കും മനസ്സിലാക്കാനുള്ളത്. അതായത് സത്വരജസ്തമോ ഗുണങ്ങൾ അധികമുള്ളവരെ മരിച്ച് അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യും. ഇപ്പോൾ സത്വഗുണപ്രധാനികൾ സാത്വിക കർമ്മങ്ങൾ ചെയ്യും. രജോ ഗുണപ്രധാനമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യും. എല്ലാറ്റിനും ഫലം അനുഭവിക്കണം. സാത്വിക കർമ്മമാണെങ്കിലും ഫലം അനുഭവിക്കണം. പിന്നെ തമോ ഗുണപ്രധാനികളും വളരെ അരുതാത്ത കർമ്മങ്ങളൊക്കെ ചെയ്യും ഇല്ലേ, അവർക്ക് അതിൻ്റെ ഫലം അനുഭവിക്കണം. അപ്പോൾ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വിവിധ ലോകങ്ങളിൽ ചെന്ന് ജനിക്കണേ. അതിനാണ് ഈ ലോകങ്ങൾ. അപ്പോൾ വലിയ തമോ ഗുണപ്രധാനികളൊക്കെ ആണെങ്കിൽ അധോലോകത്തിൽ പോവും. രജോ ഗുണപ്രധാനികളാണെങ്കിൽ അത്ര തന്നെ പിന്നെ താഴത്തേക്കുള്ള ലോകങ്ങളിൽ പോവില്ല. അസുരന്മാരൊക്കെ രജോ ഗുണപ്രധാനികളാണ്. അപ്പോൾ അതെല്ലാം സുതലം വിതലൊക്കെ ആവും. പിന്നെ നല്ല സാത്വികന്മാരൊക്കെ ആണെങ്കിൽ ഈ മുകളിലുള്ള ലോകങ്ങളിൽ പോവും. സ്വർഗം കൂടിയല്ല, സ്വർഗത്തിലും പോവും. അപ്പം നമ്മുടെ എത്ര സാത്വികനാണെന്നനുസരിച്ചിട്ടാണ്, എത്ര സാത്വിക കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ അന്തരീക്ഷം ഭൂവർ ലോകത്തിലോ പിന്നെ സ്വർഗത്തിലോ ദേവന്മാരായിട്ടോ അല്ലെങ്കിൽ അതിനും മീതെ വലിയ വലിയ സിദ്ധന്മാരായിട്ടോ മഹർഷിമാരായിട്ടോ ഒക്കെ ജനിക്കും വലിയ സാത്വികന്മാർ. അത് രജോ ഗുണപ്രധാനികളോ കുറേ ഭൂമിയിലും ജനിക്കും. നമ്മളെപ്പോലുള്ളവരൊക്കെ പല പല ഗുണങ്ങളുടെ ഫലം അനുഭവിക്കാനാണ് ഓരോ ലോകത്തിൽ ജനിക്കണമെന്ന് പറയുകയാണ്. ഓരോ ലോകത്തിൽ ജനിക്കണതിൻ്റെ കാരണം നമ്മുടെ കർമ്മഫലം അനുഭവിക്കാനാണ് എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് നമ്മളെ എന്ത് തരം കർമ്മങ്ങളാണ് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ ഈ പറഞ്ഞ 14 ലോകത്തിൽ എവിടെയെങ്കിലും ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യണം. അതാണ് പറഞ്ഞത്. അധോസുരാണാം നാശാനാം ഭൂമേരേകോസുജത് പ്രഭു ത്രിലോക്യം ഗതയ സർവാഹ കർമ്മണാം ത്രിഗുണാത്മനാം യോഗസ്യ തപസശ്ചൈവ ന്യാസസ്യ ഗതയോമലാഹ മഹർജനസ്തപസ്സത്യം ഭക്തിയോഗസ്യ മദ്ഗതിഹി. ഇനി അതാ പറയണത് കേട്ടോ. എന്താണ്? യോഗത്തിനും തപസ്സിനും ന്യാസസ്യ സന്യാസത്തിനും മഹാജന തപാസത്യം എന്ന മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്ന അമലാഹ പരിശുദ്ധമായ ഗതയ സ്ഥാനങ്ങൾ ഭവന്തി ഫലമായി ഭവിക്കുന്നു. ഭക്തിയോഗത്തിന് മദ്ഗതി വൈകുണ്ഠലോകം ഫലം. അതായത് എന്താ പറഞ്ഞാൽ അതിൽ ഈ തപസ്സും യോഗങ്ങളും, അതായത് ഇപ്പോൾ അഷ്ടാംഗയോഗവും തപസ്സും ഒക്കെ അനുഷ്ഠിക്കുകയും സന്യസിക്കുകയും ഒക്കെ ചെയ്തവർക്കാണ് മഹർലോകവും ജനലോകവും തപോലോകവും സത്യലോകവും ഒക്കെ കിട്ടുന്നത്. എന്നാൽ ഭക്തിയോടുകൂടി ജീവിക്കുന്നവർക്കോ ഭക്തിയോടുകൂടി ജീവിതകാലം മുഴുവൻ എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നവർക്കുള്ള ലോകേതാ? വൈകുണ്ഠം. അതാണ് ഭഗവാൻ ഇതിൽ പറഞ്ഞത്. ഭഗവാനത് പ്രത്യേകം പറയേണ്ട. ഭക്തിയോടുകൂടി ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നവർക്ക് ഏത് ലോകമാണ് കിട്ടുക? വൈകുണ്ഠ ലോകമാണ് കിട്ടുക. അതായത് കർമ്മങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഓരോ ലോകത്തിൽ നമ്മൾ ജനിക്കണത്. അപ്പോൾ അഷ്ടാംഗയോഗം, തപസ്, സന്യാസം ഇതൊക്കെ ചെയ്താൽ മഹർലോകവും ജനലോകവും തപോലോകവും സത്യലോകത്തിലൊക്കെ പോവും. ഭക്തിയോഗത്തിൻ്റെ ഫലം എന്താ? സായുജ്യം. അതായത് വൈകുണ്ഠത്തിൽ ഭഗവാന്റെ കൂടെ സായുജ്യം എന്നില്ല, സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം ഇതിലേതെങ്കിലും ആയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവും ഭക്തന്മാർ. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അതായത് ഭക്തിയോടുകൂടി ജീവിതകാലം മുഴുവൻ ഈശ്വരാർപ്പണമായിട്ട് ഭഗവൻ നിരന്തര ഭക്തിയോടുകൂടി ജീവിക്കുന്നവരെ വൈകുണ്ഠത്തിൽ തന്നെ പോകുന്ന ഭഗവാൻ ഭാഗവതത്തിൽ തന്നെ പറയണു അല്ലേ. യോഗസ്യ തപസ്സൈവ ന്യാസസ്യ ഗതയോമലാഹ മഹർജനസ്തപസ്സത്യം ഭക്തിയോഗസ്യ മദ്ഗതിഹി. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിക്കുന്നു, അതായത് വൈകുണ്ഠം തന്നെ കിട്ടുന്ന. ഇനി ഒന്നും കൂടി ഭഗവാൻ പറയണ്ട, ഈ എന്നെ പ്രാപിക്കലല്ലാത്തതൊക്കെ, ഭഗവത് പ്രാപ്തി അല്ലാത്തതൊക്കെ എന്താണ്?
ട്രാൻസിയൻ്റാണ്, നശ്വരാണ്, അനശ്വരല്ല. ഭഗവത് പ്രാപ്തി ഒഴിച്ച് തിരിച്ചു വരണാതി. അതാണ് മയാ കാലാത്മനാ ധാത്ര കർമ്മയുക്തമിതം ജഗത് ഗുണപ്രവാഹ ഏതസ്മിൻ നിമജ്ജതി. അതാണ് കർമ്മയുക്തം, കർമ്മത്തോടു കൂടിയ ഇതം ജഗത്, ഈ ജഗത്ത് കാലാത്മന, കാലമാകുന്ന ശക്തിയോടു കൂടിയവനും കാലസ്വരൂപി, ധാത്ര കർമ്മങ്ങൾക്ക് കർമ്മഫലദാതാവും കാലസ്വരൂപനും ആയ മയ എന്നാൽ ഏതസ്മിൻ ഗുണപ്രവാഹേ, ഈ സംസാരത്തിൽ, അതായത് ഗുണത്തിൻ്റെ പ്രവാഹമാണല്ലോ സംസാരം, ഈ ഉന്മജ്ജതി സത്യലോകം വരെയുള്ള ഉത്തമഗതിയെ പ്രാപിക്കുന്നു. കർമ്മങ്ങളെ ഫലം ഭഗവാൻ നൽകും നമുക്ക്. നിമജ്ജതി സ്ഥാവരം വരെയുള്ള നീചഗതിയെയും പ്രാപിക്കുന്നു. അതാണ് ഇതിലിപ്പോൾ ഭഗവാൻ പറയണത്. നമ്മുടെ കർമ്മ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിക്കും ജനിക്കുന്നതും നമ്മൾ ഓരോന്ന് അനുഭവിക്കുന്നതും. വേറൊരാളുടെ ഇതല്ല. എന്താണ് പറഞ്ഞു വെച്ചാൽ, ഇപ്പം നമ്മൾ ഭക്തിയോഗം കൊണ്ട് വൈകുണ്ഠം കിട്ടുമെന്ന് പറഞ്ഞില്ലേ. ഇനി കാലസ്വരൂപനും കർമ്മഫലദാതാവുമായ എന്നാൽ എന്നാണ് പറയണത് അല്ലേ. ഈ ലോകം കർമ്മഫലം അനുഭവിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ രജസ്തമോ ഗുണങ്ങൾ കാരണം ഉണ്ടാവുന്ന ഈ സംസാര പ്രവാഹം ഉണ്ടല്ലോ, അതിൽ സൽക്കർമ്മം ചെയ്താൽ നമുക്ക് ഉന്നതമായിട്ടുള്ള ഗതി ഉണ്ടാവും. നീചകർമ്മങ്ങൾ ചെയ്താലോ നികൃഷ്ട ജീവികളായിട്ട് ജനിക്കും. നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഈ മുകളിലുള്ള ഊർധ്വലോകങ്ങളിൽ എവിടെയെങ്കിലും നല്ല ജന്മം കിട്ടും. നീചകർമ്മങ്ങൾ ചെയ്താൽ അധോലോകങ്ങളിലോ ഭൂമിയിലോ ഒക്കെ നമുക്ക് നികൃഷ്ട ജന്മങ്ങളും എടുക്കേണ്ടി വരും. അതാണ് പറയണത്. നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടാണ് കർമ്മഫലദാതാവും കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത്, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്ത് ജന്മം എടുക്കാൻ നമ്മളെ അനുവദിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സത്കർമ്മങ്ങളാണെങ്കിൽ ഭൂമിയിൽ തന്നെ നല്ല ജന്മം, അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളിൽ നീചകർമ്മങ്ങൾ ചെയ്താൽ ഭൂമിയിൽ തന്നെ നികൃഷ്ട ജീവികളായിട്ട് ജനിക്കുക, താഴത്തെ അധോലോകങ്ങളിൽ പോയി ജനിക്കുക. ഇതൊക്കെ കർമ്മഫലദാതാവും കാലസ്വരൂപിയായിട്ടുള്ള ഞാനാണ് നിശ്ചയിക്കണമെന്ന് പറയുകയാണ് ഭഗവാൻ. നമ്മളെ പക്ഷഭേദമില്ല. നമ്മൾ ഓരോരുത്തരുടെയും കർമ്മഫലം ഭഗവാൻ കൊടുക്കും. അത് മാത്രമേ ഭഗവാനുള്ളൂ. ഭഗവാൻ ആരോടും സ്നേഹവും ദേഷ്യവും ഇല്ല. പക്ഷെ ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ നമുക്ക് ശക്തി തരും. നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള ശക്തി വളരെ പോസിറ്റീവായിട്ട് നമ്മളെ കൊണ്ടുപോകുമെന്ന് മാത്രം. മനസ്സിലായില്ലേ? പക്ഷെ ഭഗവാൻ അതിൽ ഇടപെടില്ല. എല്ലാവർക്കും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കണം. ഭഗവാന്റെ പണി എന്താ? കാലസ്വരൂപിയാണ്. കാലത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകണു. മാത്രമല്ല ഭഗവാൻ കർമ്മഫലദാതാവായിട്ട് ഓരോരുത്തർക്കും സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് സദ്ഗതിയും നീചകർമ്മങ്ങൾക്ക് ചെയ്തവർക്ക് നികൃഷ്ട ജന്മങ്ങളും നൽകുന്നു എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് 15 കൂടിയും ഇപ്പോൾ കഴിഞ്ഞില്ലേ, 16 കൂടിയും പറ്റുമോ നോക്കാം കേട്ടോ. നമുക്ക് നോക്കട്ടെ, 16 കൂടിയും ചെയ്യാം നമുക്ക്. അപ്പോൾ അണുർബൃഹത് കൃശസ്ഥൂലോ യോദ്ഭാവ പ്രസിദ്ധ്യതി സർവോപ്യുഭയ സംയുക്ത പ്രകൃത്യ പുരുഷേണ ച. 16 അണുഹു ചെറുതും, ബൃഹത് വലുതും, കൃശ മെലിഞ്ഞിട്ടെ അതും, ഭാവ ഏതേത് വസ്തു പ്രസിദ്ധമായിരിക്കുന്നുവോ സർവ അവയെല്ലാം പ്രകൃത്യ പുരുഷേണ ച പ്രകൃതി പുരുഷൻ എന്ന ഉഭയസംയുക്ത ഉഭയാത്മകമായിരിക്കുന്നു. സാഖ്യയോഗത്തിൻ്റെതാണ് ഇപ്പോൾ പറയണത്. എന്താ പറയണ വെച്ചാൽ ഈ വലുതോ ചെറുതോ വളരെ മെലിഞ്ഞതോ വളരെ ഹെവി തടിച്ചതോ ആയിട്ടുള്ള ഏതേത് വസ്തുക്കളുണ്ടോ അതെല്ലാം പ്രകൃതി പുരുഷന്മാരാൽ നിറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അതെല്ലാം പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടുണ്ടായതാണെന്ന്. അതായത് നമ്മളിപ്പോൾ നമുക്കൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീ വേണമല്ലോ. അതുപോലെ ഈ ഇതിൽ കാണുന്നത് മുഴുവൻ പ്രകൃതി പുരുഷൻ. അതാണെന്നതിൽ പ്രത്യേകം പറഞ്ഞാൽ ചെറുതോ വലുതോ അണുരൂപത്തിലുള്ളതോ എന്താ പറയുക മെലിഞ്ഞതോ തടിച്ചതോ എന്തെല്ലാം പദാർത്ഥങ്ങളുണ്ടോ അതെല്ലാം പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ പ്രകൃതി പുരുഷൻ
ശക്തികളാണ് അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതിയും പുരുഷനും കൂടിയിട്ടല്ലാണ്ട് അവിടെ ഒരു ചെറുതായാലും വലുതായാലും, ഒരു അണുവായാലും ചെറുതായാലും വലുതായാലും എന്ത് തരത്തിലുള്ള സാധനങ്ങളും ഈ പ്രകൃതി പുരുഷ സംയോഗം കൊണ്ട് ഉണ്ടാകുന്നതാകുന്നു എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇത് പറഞ്ഞ് നമുക്ക് നിർത്താം നമ്മുടെ കേട്ടോ. അണുർബൃഹത് കൃശസ്ഥൂലോ യോ യോ ഭാവ പ്രസിദ്ധ്യതി സർവോപ്യുഭയ സംയുക്ത പ്രകൃത്യാ പുരുഷേണ ച. ശ്രീകൃഷ്ണാർപ്പണം. ഇനി നമുക്ക് അടുത്തത് തുടരാം ബാക്കി കേട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.